ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി വിമാനം സ്വന്തമാക്കിയ നടിയാണ് കെ.ആർ. വിജയ. കെ.ആർ. വിജയ സുദർശനൻ വേലായുധൻ ചെട്ടിയാരുടെ രണ്ടാം ഭാര്യയായി. രണ്ടാം ഭാര്യയായ കെ.ആർ. വിജയ്ക്ക് എല്ലാവിധ സമ്പത്തും നൽകി ബിസിനസ്സുകാരനായ സുദർശനൻ വേലായുധൻ ചെട്ടിയാർ. കെ.ആർ. വിജയ ഒരുപാട് കഷ്ടപ്പെട്ടാണ് സിനിമയിൽ എത്തിയത്. അവരുടെ യഥാർത്ഥ പേര് ദേവനായകി. നാടകങ്ങളിൽ അഭിനയിച്ച് നടന്ന അവർ പിന്നീട് സിനിമയിൽ എത്തി. സിനിമയിൽ എത്തിയപ്പോൾ തമിഴർ അവരെ ചിരിപ്പഴകി എന്ന് വിളിച്ചു. ദേവതയെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദു സങ്കല്പത്തിലെ ദേവതമാരെ ഓർമ്മിപ്പിക്കുന്ന മുഖവും ചിരിയുമായിരുന്നു കെ.ആർ. വിജയയ്ക്ക്. അതുകൊണ്ടാണ് തമിഴർ അവരെ ചിരിപ്പഴകി എന്ന് വിളിച്ചത്. കെ.ആർ. വിജയ ദേവീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മലയാളത്തിലും തമിഴിലും. അതൊക്കെ വലിയ രീതിയിൽ ജനപ്രീതി നേടുകയും ചെയ്തു. കെ.ആർ. വിജയ്ക്ക് ഒരു പിടിവാശി ഉണ്ടായിരുന്നു. സുദർശനൻ വേലായുധൻ ചെട്ടിയാരുമായുള്ള പ്രണയത്തിന് ശേഷമാണ് ഈ പിടിവാശി ഉണ്ടായത്. നായകന്മാരുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കില്ല, സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കില്ല. ഇതൊക്കെ കെ.ആർ. വിജയയുടെ പിടിവാശിയായിരുന്നു. കുളിസീനുകളിലൊന്നും അഭിനയിക്കില്ല. പക്ഷേ ആ പിടിവാശി ഒക്കെ മാറ്റിവെച്ച ഒരു കെ.ആർ. വിജയ ഉണ്ടായിരുന്നു അവരുടെ തുടക്കകാലത്ത്. ജെയിംസ് ബോണ്ട് ജയശങ്കർ എന്ന നടനുമൊത്ത് ഇഴുകിച്ചേർന്ന് അഭിനയിച്ച കെ.ആർ. വിജയ. ജെയിംസ് ബോണ്ട് ജയശങ്കറിന് മുമ്പിൽ ബിക്കിനി അണിഞ്ഞ് ആടിപ്പാടിയ കെ.ആർ. വിജയ. ആ ചിത്രത്തിൻ്റെ പേര് പട്ടണത്തിൽ ഭൂതം. 1967 ഈ സൂപ്പർ ഹിറ്റ് ചിത്രം പുറത്തിറങ്ങിയത്. എം വി രാമനായിരുന്നു സംവിധായകൻ. എം വി രാമൻ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും നിർവഹിച്ചത്. ഹോളിവുഡ് ചിത്രമായ ദി ബ്രാസ് ബോട്ടിലിൻ്റെ തമിഴ് റീമേക്കായി ഈ ചിത്രം കരുതപ്പെടുന്നു. ഇതിൽ നായകനായി എത്തിയത് ജയശങ്കറാണ്. ജയശങ്കർ അറിയപ്പെട്ടിരുന്നത് ജെയിംസ് ബോണ്ട് ജയശങ്കർ എന്നായിരുന്നു. ആക്ഷൻ രംഗങ്ങൾ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം ശ്രദ്ധേയമായിരുന്നു. എം.ജി.ആറും ശിവാജി ഗണേശനും ജമിനി ഗണേശനും നിറഞ്ഞു നിന്ന തമിഴ് സിനിമയിൽ ആക്ഷൻ ഹീറോ ആയി ജയശങ്കർ പേരെടുത്തു. തമിഴർ അദ്ദേഹത്തെ ആരാധനാപൂർവം ജെയിംസ് ബോണ്ട് ജയശങ്കർ എന്ന് വിളിച്ചു. ജെയിംസ് ബോണ്ട് ജയശങ്കർ നായകനായി കെ.ആർ. വിജയ നായികയായി അഭിനയിച്ച പട്ടണത്തിൽ ഭൂതം സൂപ്പർ ഹിറ്റായി മാറി. ഇതിലൂടെ ജെയിംസ് ബോണ്ട് ജയശങ്കർ തൻ്റെ താരപദവി അരക്കിട്ടുറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് പ്രധാന കാരണം കെ.ആർ. വിജയയുടെ നഗ്നതാ പ്രദർശനമായിരുന്നു. ബിക്കിനി അണിഞ്ഞും തുടകൾ കാണിക്കുന്ന രീതിയിലുള്ള കുട്ടി ഫ്രോക്ക് അണിഞ്ഞും ഒക്കെ കെ.ആർ. വിജയ ഇതിൽ ആടിത്തുടുത്തു. ഇതിൽ ലത എന്ന കഥാപാത്രത്തെയാണ് കെ.ആർ. വിജയ അവതരിപ്പിച്ചത്. ജെയിംസ് ബോണ്ട് ജയശങ്കർ ഭാസ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എന്തായാലും ജെയിംസ് ബോണ്ട് ജയശങ്കറിന് മുമ്പിൽ ടു പീസ് വസ്ത്രം മാത്രമണിഞ്ഞ് കെ.ആർ. വിജയ ആടിപ്പാടുന്ന രംഗം ഈ ചിത്രത്തിലെ ഹൈലൈറ്റാണ്. ചിത്രം വിജയിച്ച ശേഷം കെ.ആർ. വിജയെ തേടി ഒരുപാട് സെക്സി റോളുകൾ എത്തിയെങ്കിലും അവർ സമ്മതിച്ചില്ല. അത്തരം ചിത്രങ്ങളിൽ താൻ അഭിനയിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയം അവർ എടുത്തു. എന്തായാലും ആ ദൃഢനിശ്ചയം കെ.ആർ. വിജയയുടെ അഭിനയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിശ്ചയം തന്നെയായിരുന്നു. അവർക്ക് ഒരുപാട് റോളുകൾ കിട്ടി. ശിവാജി ഗണേശൻ്റെയും എം.ജി.ആറിൻ്റെയും ഒക്കെ നായികയായി അവർ. മലയാളത്തിൽ മധുവിൻ്റെയും പ്രേം നസീറിൻ്റെയും ഒക്കെ നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കെ.ആർ. വിജയ സിനിമയിൽ എത്തിയത്. സിനിമയിലൂടെ അവർ ഒരു സാമ്രാജ്യം തന്നെ വെട്ടിപ്പിടിച്ചു. സുദർശനൻ വേലായുധൻ ചെട്ടിയാരും കെ.ആർ. വിജയും തമ്മിലുള്ള പ്രണയം ഒരു കാലത്ത് ചർച്ചാ വിഷയമായിരുന്നു.
സുദർശനൻ വേലായുധൻ ചെട്ടിയാരുടെ എന്താ പറയുക, ഒരു വീക്ക്നെസ് ആയിരുന്നു KR വിജയ എന്ന് വേണമെങ്കിൽ പറയാം. ശകുന്തളയുടെ ചിത്രീകരണ സമയത്ത് ഉദയായിലായിരുന്നു ചിത്രീകരണം. KR വിജയയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കാര്യം നസീറിനോടും മറ്റും ശകുന്തളയിലെ നായകനായ നസീറിനോടും മറ്റും ഒളിച്ചു വെച്ചു KR വിജയ. ഷൂട്ടിംഗ് സമയത്ത് ഒരു ഹെലികോപ്റ്റർ പറന്നു വന്നു ഉദയ സ്റ്റുഡിയോയ്ക്ക് മുകളിലൂടെ. ആ ഹെലികോപ്റ്ററിൽ നിന്നും KR വിജയയുടെ ശരീരത്തിലേക്ക് റോസാപ്പൂക്കൾ വർഷിച്ചു. KR വിജയയുടെ ബർത്ത്ഡേക്ക് സുദർശനൻ വേലായുധൻ ചെട്ടിയാർ നൽകിയ സമ്മാനമായിരുന്നു ആ റോസാപ്പൂക്കൾ. ശാരംഗപാണി, ഉദയയുടെ തിരക്കഥാകൃത്തായ ശാരംഗപാണി തൻ്റെ ആത്മകഥയിൽ ഇത് വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വന്ന വഴികളിൽ സെക്സിയായും അഭിനയിച്ചിട്ടുണ്ട് KR വിജയ. ആ ചിത്രത്തിൻ്റെ പേരാണ് പട്ടണത്തിൽ ഭൂതം.